നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. മഴ പെയ്താലും ഇല്ലെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഞാനിപ്പോൾ ഈ ബസ്സിലിരിക്കുന്നത് ഇവിടെ ഷട്ടിട്ടുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് വെള്ളം ശക്തിയായിട്ട് വീഴുകയാണ്. പലതവണ ഞാൻ നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഒരു മാറ്റവുമില്ല. ബസ് യാത്രക്കാർ, അതുപോലെ തന്നെ ബസ് ജീവനക്കാർ, ഇതുവഴി കടന്നു പോകുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറെ ദുരിതം സമ്മാനിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്തായാലും ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പറഞ്ഞിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്, അല്പമെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ തളിപ്പറമ്പ് നഗരസഭ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. 1-2 പ്രാവശ്യം ഒക്കെ സാധാരണ പറയാറുണ്ട്. ഞാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വീഡിയോ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ നിങ്ങളോട് പലതവണ രേഖാമൂലവും അല്ലാതെയും പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാടകയിനത്തിലും നികുതിയിനത്തിലുമൊക്കെയായി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മാസവും നഗരസഭ ഈ കോംപ്ലക്സിൽ നിന്നും പിരിക്കുന്നത്. എന്നിട്ടും ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ മഴവെള്ളം ഒഴുക്കിവിടുവാനുള്ള സംവിധാനം ഒരുക്കാൻ പോലും നിങ്ങൾ തയ്യാറാകുന്നില്ല. ടെറസിന് മുകളിൽ നിന്നും മഴവെള്ളം ശക്തിയായി ബസ് പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് പതിക്കുമ്പോൾ യാത്രക്കാരും ബസ് ജീവനക്കാരും അനുഭവിക്കുന്ന ദുരിതം നിങ്ങൾ എന്താണ് കാണാതെ പോകുന്നത്? ഷോപ്പിംഗ് കോംപ്ലക്സിലെ മേൽക്കൂരയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചതെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നിട്ട് പോലും ടെറസിൽ വീഴുന്ന മഴവെള്ളവും ടാങ്കിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവുമെല്ലാം ഒരു പൈപ്പ് വഴി ഓവുചാലിലേക്ക് ഒഴുക്കുവാനുള്ള സംവിധാനം നിങ്ങൾ എന്താണ് ഒരുക്കാതിരുന്നത്? മഴക്കാലത്ത് മാത്രമുണ്ടാകുന്ന ഒരു പ്രശ്നമായി ഇതിനെ തള്ളിക്കളയരുത്. വേനൽക്കാലത്ത് പോലും ടാങ്കിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം നാട്ടുകാരെ കുളിപ്പിക്കുന്ന കാര്യം നഗരസഭ അധികൃതർ അറിയാഞ്ഞിട്ടല്ല. ബസ്സിനുള്ളിലേക്ക് കുട നിവർക്കാതെ കയറാൻ പറ്റാത്ത അവസ്ഥ, ബസ് സ്റ്റാൻഡിന് ഉള്ളിൽ നിൽക്കണമെങ്കിൽ കുട നിവർത്തി നിൽക്കേണ്ട അവസ്ഥ. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊട്ടും മനസ്സിലാകില്ല. കാരണം നിങ്ങൾ സഞ്ചരിക്കുന്നത് കാറുകളിലാണ്. സാധാരണക്കാരൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർ തന്നെയാണ് തളിപ്പറമ്പ് നഗരസഭ ഭരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം മൗനം പാലിക്കുമ്പോഴാണ് എന്നെപ്പോലുള്ളവർക്ക് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ മനോഹരമായ ബിൽഡിംഗ് മുനിസിപ്പാലിറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട്. കാര്യം കുട പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. മുനിസിപ്പാലിറ്റിക്കാർ നിരവധി തവണ കണ്ടിട്ട് അതവരതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഇത് മേലേക്ക് ചാടിയിട്ട് 4 ഭാഗത്തേക്കും തരുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു സംവിധാനമാക്കണോ എന്നാണ് ബുദ്ധിമുട്ടുണ്ട്. ചില യാത്രക്കാർക്കും ബസ്സിലേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ബസ്സിലേക്ക് യാത്രക്കാർക്ക് കയറാൻ പറ്റുന്നില്ല. ബസ്സിന് വേണ്ടി ഒരു ഷീറ്റ് ഇട്ട് കുറച്ച് മുമ്പോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്ക് കയറാൻ ബസ്സിൽ കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവില്ല. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിർത്തുന്ന ഭാഗമാണിത്. ഈ ഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും വെള്ളം ശക്തിയായി താഴേക്ക് പതിക്കുമ്പോൾ യാത്രക്കാരും വ്യാപാരികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതായി നിങ്ങൾ കാണരുത്. ഇത്ര ശക്തിയായി മുകളിൽ നിന്നും താഴേക്ക് വെള്ളം വീഴുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരികൾ തന്നെയാണ് തളിപ്പറമ്പ് നഗരസഭ ഭരിക്കുന്ന ഭരണാധികാരികൾ. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലും ഞങ്ങൾ നിങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തി കാത്തിരിക്കുന്നത്. എന്തായാലും അധികം താമസിയാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി നിങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.